പറയൂ മാഡം, എന്ത് പറ്റി? എന്നതാണെന്നറിയാൻ മേല എൻ്റെ ഡോക്ടറെ. 2-3 ദിവസമായിട്ട് തീരെ വയ്യ. എന്നതാണെന്നറിയാൻ മേല. അല്ല മനുഷ്യ, 3 ദിവസം മുമ്പ് ആ സ്കൂളിൽ നിന്ന് പിള്ളേരെയും കൊണ്ട് വാഗമണ്ണിന് പോയതാ. അവിടെ നിന്ന് തന്നെ ആ തണുപ്പൊക്കെ അടിച്ചിട്ട് കുറേശ്ശെ മൂക്കിയുറച്ചിലൊക്കെ ഉണ്ടായിരുന്നു. സന്ധ്യ കഴിഞ്ഞപ്പോഴേക്കും തുമ്മലും ചീറ്റലും ഒക്കെ അങ്ങ് തുടങ്ങി. രാത്രി ആയപ്പോഴേക്കും തീരെ അങ്ങ് അനങ്ങാൻ വയ്യാണ്ടായി. പിന്നെ ഒരു തുമ്മൽ തുടങ്ങിയിട്ട് എൻ്റെ ഡോക്ടറെ, ഞാൻ വിചാരിച്ചു എൻ്റെ മൂക്കിൻ്റെ പാലം തെറിച്ചു പോയെന്ന്. തുമ്മി തുമ്മി എൻ്റെ ഇടപാട് തീർന്നു. അത് കഴിഞ്ഞപ്പോഴേക്കും ചുമ തുടങ്ങി. എനിക്കാണെങ്കിൽ മേലാസകലം വേദന എടുക്കുക. ഇവിടെയൊക്കെ എന്ത് ഭാരം പോലെ, ഇവിടെയൊക്കെ അസ്വസ്ഥമാവുക. ചെവിക്കകത്താണെങ്കിൽ ഭയങ്കര ഒരു കടി, കണ്ണിനാണെങ്കിൽ എന്തോ പോലെ. പിന്നെ മേല് മൊത്തം ഉരുണ്ട് കയറുവോ, നെഞ്ചരിച്ചിലോ, വായിക്കകത്താണ്ട് കയ്പോ, ഛർദിക്കാൻ വരലോ, ഉരുണ്ട് കയറ്റോ, മേക്കാച്ചിലോ ഏതാണ്ടൊക്കെയാ. എന്നെ കൊണ്ട് എങ്ങും വയ്യ. പിന്നെ അത് മാത്രമല്ല, അങ്ങനെ ആകെ മൊത്തം എന്നാണ്ട് പനിക്കണ പോലെ എൻ്റെ സാറേ. വയ്യ. ഇത് വൈറൽ ഫീവറാ മാഡം. എന്തായാലും പനി ഉണ്ടോന്ന് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. നാക്കങ്ങ് പൊക്കിക്കേ, നാക്ക് പൊക്ക്. ഇത് അതിനെ കടിച്ചു പിടിച്ചു. ഞാൻ പിടിച്ചു. വാ തുറക്കരുത് കേട്ടോ. 1 മിനിറ്റ് അങ്ങനെ ഇരുന്നു കേട്ടോ. അനക്കരുത് കേട്ടോ. 1 മിനിറ്റ്. വൈറൽ ഫീവറാ സാറേ. അതിന്റെ എല്ലാ ലക്ഷണങ്ങളും ഉണ്ട്. ഞാൻ ആ ടെമ്പറേച്ചറും കൂടെ നോക്കിയിട്ടേ നമുക്ക് മരുന്ന് റെഡിയാക്കാം കേട്ടോ. ഇപ്പൊ വൈറൽ ഫീവർ ഭയങ്കര അനക്കല്ലേ, ഇപ്പൊ എടുക്കാം കേട്ടോ. കോമൺ. അത് ഇപ്പോഴേ നമ്മൾ കറക്റ്റ് മെഡിസിൻ എടുത്തില്ലെങ്കിലേ പിന്നെ ചെസ്റ്റ് ഇൻഫെക്ഷൻ ആയി അങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ടാവും. വാ തുറന്നേ മാഡം. നോക്കട്ടെ കേട്ടോ. പനിയുണ്ടോ ഡോക്ടറെ? നോക്കട്ടെ. വേഗം നോക്കി പറയൂ ഡോക്ടറെ. കൂടുതലാണോ? എനിക്ക് ന്യൂമോണിയ എങ്ങാൻ വരുമോ ഡോക്ടറെ? ഞാൻ നോക്കട്ടെ മാഡം. ഇനി ഇന്നെങ്ങാനും ഇവിടെ അഡ്മിറ്റ് ആവേണ്ടി വരുമോ? എനിക്കാണെങ്കിൽ നാളെ സ്കൂളിൽ ചെന്നിട്ട് കുറേ പണിയുള്ളതാ. എന്തൊക്കെയോ വിഷമങ്ങൾ വരുന്നു. ഛർദ്ദിക്കാനാണോന്ന് അറിയില്ല. കുഴപ്പമില്ല, ചെറിയ ടെമ്പറേച്ചർ ഉള്ളൂ. 2 ദിവസം മരുന്ന് കഴിച്ചാൽ ശരിയായിക്കോളും. മാഡം, ഞാൻ 5 ദിവസത്തേക്ക് മരുന്ന് തരാം. ബ്ലഡും കൂടെ ഇവിടെ ലാബിൽ ഒന്ന് ചെക്ക് ചെയ്യാൻ കൊടുത്തിട്ട് പോണേ. 5 ദിവസം മരുന്ന് കഴിച്ചിട്ട് നമുക്കൊന്ന് കാണാം. ബ്ലഡിൽ എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ ഞാൻ വിളിച്ചേക്കാം. ഇത് മെഡിസിൻ എടുത്ത് കഴിയുമ്പോഴത്തേക്ക് അത് ഓൾമോസ്റ്റ് കുറഞ്ഞോളും. ചെറിയ പ്രശ്നമുള്ളൂ, പേടിക്കണ്ട കേട്ടോ. ഈ 5 ദിവസത്തെ മരുന്ന് കൊണ്ടൊക്കെ ഈ അസുഖം മാറുമോ എന്റെ സാറേ? വല്ല CT സ്കാനോ MRI വല്ല എടുക്കണോ? ഞാൻ വല്ല സ്പെഷ്യലിസ്റ്റിനെയും പോയി കാണണോ? എനിക്ക് വയ്യ. എന്റെ വിഷമം എന്നതാണെന്ന് നിങ്ങൾക്ക് ആർക്കും പറഞ്ഞ് മനസ്സിലാവില്ല. സാറേ, ഈ മരുന്ന് 5 ദിവസത്തേക്ക് ഫാർമസിയിലുണ്ട്, മേടിച്ചു കൊടുക്കും കേട്ടോ. ബ്ലഡും കൊടുത്തിട്ടാണ് 5 ദിവസം കഴിയുമ്പോൾ ഒന്ന് വരാൻ പറയണം കേട്ടോ. എന്നാ അങ്ങനെ ചെയ്യാം. നമുക്ക് 5 ദിവസം കഴിഞ്ഞ് കാണാം. ചെല്ലു കേട്ടോ. ശരി, അടുത്ത പേഷ്യന്റ് വിട്ടാ കേട്ടോ. ഇനി 5 ദിവസം മരുന്ന് കഴിച്ചതൊക്കെ മാറുമെന്ന് ആർക്കറിയാം. നിങ്ങളുടെ വായിൽ തന്നെ കൊഴുക്കട്ടയായിരുന്നു. എന്റെ അസുഖത്തെ കുറിച്ച് ഒന്നും പറഞ്ഞില്ല. ഓരോ അടാറ് ഐറ്റങ്ങൾ തന്നെ. ഡോക്ടറെ, ഞാനൊന്ന് വന്നോട്ടെ. മരുന്ന് കിട്ടിയില്ലേ? ഇനി എന്താ പ്രശ്നം? മരുന്നെല്ലാം വാങ്ങിച്ചു. അതല്ല, ഒരു കാര്യം ചോദിക്കാൻ. ഫുഡ് കഴിക്കണ കാര്യമായിരിക്കും. അത് തണുത്തത്, വറുത്തത്, പൊരിച്ചത് അങ്ങനെയുള്ളതൊക്കെ ഒന്ന് ഒഴിവാക്കിയാൽ തണുപ്പടിക്കാണ്ട് സൂക്ഷിക്കുക കേട്ടോ. ഫുഡല്ല, ഒരു കൂട്ടം സാർ കുറിച്ചില്ല. കുറിച്ചല്ലോ, ഞാനെല്ലാം കുറിച്ചല്ലോ. പിന്നെ ഞാൻ ഒരു കൂട്ടം കുറിച്ചില്ല എന്ന് പറയാൻ താനാരാ, ഡോക്ടറാണോ? അല്ല സാറേ, ആ വായിൽ വെച്ച സാധനം അതൊന്ന് കുറിച്ചു തരാമോ? അല്ലെ സാറിന്റെ കയ്യിലൂടെ തന്നാലും മതി. എടോ, അത് തെർമോമീറ്റർ ആടോ, പനി അളക്കാനുള്ള സാധന. അത് മരുന്നല്ലടോ. അത് മരുന്നല്ലെന്ന് എനിക്ക് അറിയാം സാറേ. പക്ഷെ അത് വെച്ചാൽ 1 മിനിറ്റ് ഉണ്ടല്ലോ, ചെവിക്ക് എന്ത് സ്വസ്ഥതയാണ് സാറേ. ആ 1 മിനിറ്റ് ഞാൻ അനുഭവിച്ച സുഖമുണ്ടല്ലോ സാറേ, ഈ 30 വർഷത്തെ ദാമ്പത്യത്തില് എനിക്കത് ഉണ്ടായിട്ടില്ല സാറേ. ഇനി വീട്ടിൽ ചെന്ന ചെവിക്ക് സ്വൈര്യം ഉണ്ടാവില്ല സാറേ. സ്വൈര്യമായിട്ട് ജീവിക്കാനുള്ള ആഗ്രഹം കൊണ്ട് ചോദിക്കുക സാറേ, ആ തെർമോമീറ്റർ സാറിന് തരാൻ പറ്റുമോ? ഇല്ല അല്ലേ? സാറില്ല. സാറിൻ്റെ ഫീലിങ്സ് എനിക്ക് മനസ്സിലാവും. എല്ലാവർക്കും എന്ന പോലെ എനിക്കും എൻ്റെ കുടുംബം വളരെ വിലപ്പെട്ടതാണ്. അത് തകരാതിരിക്കാൻ ഈ സാധനം ഞാൻ ഒരിക്കലും സാറിന് തരില്ല. ഞാനും ഇത് വെച്ചാ സാറേ ജീവിച്ചു പോണേ. da da